ഹലോ മക്കളെ, അപ്പൊ നമ്മള് ഷോർട്ട് ഇൻ ദി മാർക്കറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ പഠിച്ചുകൊണ്ടിരുന്നത്. ആ ചാപ്റ്ററിനകത്ത് നമ്മള് എങ്ങനെയാണ് ഒരു ഷോർട്ട് മാർക്കറ്റിൽ എത്തുന്നത് എന്നുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റേജസ് ആയിരുന്നു പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് ഫസ്റ്റ് ഒരു കോട്ടൺ ഫാമർ ഉണ്ടായിരിക്കും. കോട്ടൺ ഫാമർ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്യുന്നു, അത് ട്രേഡർക്ക് കൊടുക്കുന്നു. ട്രേഡർ അതിനകത്ത് യാൺ എന്നുള്ള രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ആക്കി എടുക്കുന്നു. ദെൻ യാണ് മർച്ചന്റ്സ് എന്ത് ചെയ്യുന്നു, ആർക്ക് എത്തുന്നു, വീവേഴ്സിന്റെ കയ്യിലെത്തുന്നു. വീവേഴ്സ് ഫിനിഷ്ഡ് ക്ലോത്ത് ആയിട്ട് വരുന്നു. അപ്പൊ ഇതിനിടയിൽ നമ്മൾ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്ത ആൾക്കാർക്ക് കുറഞ്ഞ പൈസയാണല്ലോ കിട്ടുന്നുണ്ടാവുള്ളൂ അല്ലെ. ട്രേഡർ കുറഞ്ഞ എമൗണ്ടിനാണ്. സ്വപ്ന എന്ന് പറയുന്ന ഒരു കോട്ടൺ കൾട്ടിവേറ്ററെ നമ്മൾ കണ്ടു, കോട്ടൺ ഫാമറെ നമ്മൾ കണ്ടു. ആൻഡ് അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വീവറിങ് ചെയ്യുന്ന ആൾക്കാർ അല്ലെ, വീവേഴ്സിനും കുറഞ്ഞൊരു എമൗണ്ട് അല്ലെ. അവർക്ക് അറിയില്ല മാർക്കറ്റിൽ എത്ര എമൗണ്ടിനാണ്, എത്ര കൂടിയ എമൗണ്ടിനാണ് ഇത് സെയിൽ ആക്കുന്നത് എന്നുള്ളത് അവർക്ക് അറിയില്ല. അവർക്ക് രണ്ട് റിസ്കുകളില്ല. ഒന്ന്, റോ മെറ്റീരിയൽ അവർ കളക്ട് ചെയ്യേണ്ട കാര്യമില്ല, മർച്ചന്റ് കൊടുത്തോളും. അതുപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ് മാർക്കറ്റിൽ സെയിൽ നടത്തുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് അത് വിറ്റ് പോകുന്നത് എങ്ങനെയാണെന്നും അവർക്ക് അറിയേണ്ട കാര്യമില്ല. അവർക്ക് ഈ ഡ്യൂട്ടി മാത്രം ചെയ്താൽ മതി. സോ അങ്ങനത്തെ രണ്ട് അഡ്വാൻറ്റേജസ് അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ നഷ്ടത്തിലായിരുന്നു നമ്മൾ പറഞ്ഞു അല്ലെ. ഈ മർച്ചന്റ്സ് എത്ര പൈസക്കാണ് അല്ലെ, കുറഞ്ഞ പൈസ ആയിരിക്കും അവർക്ക് കൊടുക്കുന്നുണ്ടാവുക. എന്നിട്ട് അതിൽ നിന്നും എങ്ങനെയാണ് അവർക്കൊരു മോചനം നേടാൻ പറ്റുക, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി വീവേഴ്സിനായിക്കോട്ടെ അങ്ങനത്തെ ആൾക്കാർക്ക് അല്ലെ, വീവേഴ്സിന് വേണ്ടിയിട്ടുള്ള വീവേഴ്സ് കോപ്പറേറ്റീവിന്റെ ഫംഗ്ഷൻ എന്താണ്? വാട്ട് ഓൾ ആർ ദ ഫങ്ഷൻസ് ഓഫ് വീവേഴ്സ് കോപ്പറേറ്റീവ്? എന്താണ് വീവേഴ്സ് കോപ്പറേറ്റീവ് എന്ന് നമുക്ക് നോക്കാം. So we have seen that the weavers are paid very little by the merchant under the putting out system. അല്ലെ, പുട്ടിംഗ് ഔട്ട് സിസ്റ്റത്തിൽ അല്ലെ എന്താ നമ്മൾ പറഞ്ഞു, മർച്ചന്റ് റോ മെറ്റീരിയൽ കൊടുക്കും, തിരിച്ച് വീവർ ഫിനിഷ്ഡ് ഗുഡും കൊടുക്കും. അപ്പം വീവേഴ്സ് എന്ന് പറയുന്നത് are paid very little. And weavers cooperatives are one way to reduce the dependence on the merchant and to earn a higher income for the വീവേഴ്സ്. അപ്പൊ വീവേഴ്സ് കോപ്പറേറ്റീവ് എന്തിനു വേണ്ടിയിട്ടാണ്? വീവേഴ്സ് കോപ്പറേറ്റീവ്സ് ആർ വൺ വേ ടു റെഡ്യൂസ് ദ ഡിപ്പെൻഡൻസ് ഓൺ മർച്ചന്റ്. അപ്പൊ വീവേഴ്സ് കോപ്പറേറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മർച്ചന്റ്സിന്റെ മുകളിലുള്ള ഒരു ഡിപ്പെൻഡൻസ് ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടി പറ്റും. ആൻഡ് ടു ഏൺ എ ഹയർ ഇൻകം ഫോർ ദ വീവേഴ്സ്. വീവേഴ്സിന് കുറച്ചും കൂടി കൂടുതൽ ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വീവേഴ്സ് കോപ്പറേറ്റീവ് കൊടുക്കും. എങ്ങനെയാ നോക്കൂ. ഇൻ എ കോപ്പറേറ്റീവ് പീപ്പിൾ വിത്ത് കോമൺ ഇൻട്രസ്റ്റ് come together and work for their mutual benefit. കോർപ്പറേറ്റീവ് എന്ന് പറയുന്ന സമയത്ത് അല്ലെ, കോമൺ ഇൻട്രസ്റ്റ് ഉള്ള പീപ്പിൾ എന്ത് ചെയ്യും, ഒരുമിച്ച് ചേർന്നിട്ട് അവരെന്ത് ചെയ്യും, അവരുടെ മ്യൂച്വൽ ബെനിഫിറ്റ് അല്ലെ, എല്ലാവർക്കും ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു കോപ്പറേറ്റീവ് ആണ് ഇതെന്ന് പറയുന്നത് അല്ലെ. വീവേഴ്സ് കോപ്പറേറ്റീവ്, വീവേഴ്സ് ഫോം എ ഗ്രൂപ്പ്. വീവേഴ്സിന്റെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. വീവേഴ്സ് കോപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ വീവേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. എന്നിട്ടോ ആൻഡ് ടേക്ക് അപ്പ് സർട്ടൻ ആക്ടിവിറ്റീസ് കളക്റ്റീവ്ലി. അവര് അതിന്റെ കുറച്ച് ജോലി ഒരുമിച്ച് ചെയ്യും. ദേ പ്രൊക്യൂർ യാൺ ഫ്രം ദ യാൺ ഡീലർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് അമംഗ് ദ വീവേഴ്സ്. അവരെന്ത് ചെയ്യും, അവരെ യാൺ ഡീലേഴ്സിന്റെ അടുത്ത് ഡയറക്റ്റ് പോയിട്ട് എന്ത് ചെയ്യും, ഈ കോപ്പറേറ്റീവിൽ ഒത്തിരി ആൾക്കാരില്ലേ, ഈ ഒത്തിരി ആൾക്കാർ ചേർന്നിട്ട് എന്ത് ചെയ്യും, യാൺ ഡീലേഴ്സിന്റെ അടുത്ത് പോയിട്ട് അവർ റോ മെറ്റീരിയൽ ഡയറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യും. അവര് ആരെ ഡിപ്പെൻഡ് ചെയ്യില്ല, മർച്ചന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് യാൺ ഡീലേഴ്സിന്റെ കയ്യിൽ പോയിട്ട് ഈ റോ മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് വരും. അതുകൊണ്ട് എന്തെങ്കിലും ലാഭമുണ്ടോ അവർക്ക്? കോപ്പറേറ്റീവ് ഓൾസോ ഡസ് ദി മാർക്കറ്റിംഗ്. അതുപോലെ തന്നെ കോർപ്പറേറ്റീവ് എന്തിനും സഹായിക്കും? ഒരു കൂട്ടം വീവേഴ്സിന്റെ അസോസിയേഷൻ ആണ് ഈ കോർപ്പറേറ്റീവ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് റോ മെറ്റീരിയൽ അവർ തന്നെ പോയി കളക്ട് ചെയ്യും. അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, ഈ രണ്ട് കാര്യത്തിനായിരുന്നല്ലോ മെയിൻ ആയിട്ട് മർച്ചന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ മാർക്കറ്റിംഗും അവർ തന്നെ കണ്ടുപിടിക്കില്ല. അവർ ഒത്തിരി ആൾക്കാരുണ്ട്, അവർ തന്നെ കണ്ടുപിടിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? സോ ദ റോൾ ഓഫ് ദ മർച്ചന്റ് ഈസ് റെഡ്യൂസ്ഡ് അല്ലെ. അപ്പൊ അവിടെ മർച്ചന്റ് എന്ന് പറയുന്ന ഒരാളുടെ ആവശ്യം അവിടെ കുറയാണ് അല്ലെ. മർച്ചന്റ് നമ്മൾ പറഞ്ഞു കുറച്ചും കൂടി ഈ ഒരു ചെയിനില് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ആളാണ് മർച്ചന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവര് തന്നെ ഇതിനുള്ള റോ മെറ്റീരിയൽ കളക്ട് ചെയ്യാനും മാർക്കറ്റ് കണ്ടെത്താനുമുള്ളൊരു എബിലിറ്റി ഇവർക്ക് തന്നെ ഇവർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് മർച്ചന്റിന്റെ ഒരു ഏരിയ ഓഫ് എക്സ്പാൻഷൻ എന്ത് ചെയ്തു, കുറഞ്ഞു. ആൻഡ് വീവേഴ്സ് ഗെറ്റ് എ ഫയർ പ്രൈസ് ഓൺ ദി ക്ലോത്ത്. അതുകൊണ്ട് തന്നെ അല്ലെ മർച്ചന്റ്സ് അവർക്കും കൂടെ ലാഭം കണക്കാക്കിയിട്ടായിരുന്നു ഇവർ ഈ ചെയ്യുന്ന ജോലിക്കൊക്കെ കൂലി കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ മർച്ചന്റ് എന്ന് പറയുന്ന ഒരാൾ ഇല്ലാതായ സമയത്ത് എന്ത് ചെയ്തു, ആ വീവേഴ്സിന് കുറച്ചും കൂടി എമൗണ്ടില് പേയ്മെന്റ് കിട്ടാൻ തുടങ്ങി.
At times, the government helps the cooperatives. അപ്പൊ ചില സമയത്ത് ഗവൺമെന്റ് എന്ത് ചെയ്യും? കോപ്പറേറ്റീവ്സിനെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാ ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യുക? അല്ലെ, ഗവൺമെന്റ് പല ആൾക്കാരെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, പല മേഖലയിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പല മേഖലകൾക്കും ഗവൺമെന്റ് ഒരു ഹെൽപ്പിംഗ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുപോലെ ഈ കോപ്പറേറ്റീവ്സിനെ ഗവൺമെന്റ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് നോക്കിയേ. ഗവൺമെന്റ് ഹെൽപ്സ് ദ കോപ്പറേറ്റീവ്സ് ബൈ ബൈയിങ് ക്ലോത്ത് ഫ്രം ദം. ഗവൺമെന്റ് എന്ത് ചെയ്യും? അല്ലെ, ഇവർക്ക് മാർക്കറ്റ് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്യും? ഗവൺമെന്റ് ആ ക്ലോത്ത് വാങ്ങിക്കും അറ്റ് എ റീസണബിൾ പ്രൈസ്. നല്ല കൂടിയ വിലയ്ക്കും അല്ല, പക്ഷെ വളരെ കുറഞ്ഞൊരു വിലയ്ക്കും അല്ല, ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ ഈ അല്ലെ വീവേഴ്സിന് നഷ്ടം വരുത്താത്ത രീതിയിലുള്ള ഒരു എമൗണ്ടിൽ ഗവൺമെന്റ് ഈ ക്ലോത്ത് വാങ്ങിക്കും. അങ്ങനത്തെ ഒരു എക്സാമ്പിൾ ആണ് തമിഴ്നാടു ഗവൺമെന്റ് റൺസ് എ ഫ്രീ സ്കൂൾ യൂണിഫോം പ്രോഗ്രാം ഇൻ ദി സ്റ്റേറ്റ്. തമിഴ്നാട് ഗവൺമെന്റ് സ്റ്റേറ്റില് നിന്ന് ഫ്രീ സ്കൂൾ യൂണിഫോം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഒരു റീസണബിൾ പ്രൈസിൽ ഇത്തരം വീവേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിക്കും, ക്ലോത്ത് വാങ്ങിച്ചിട്ട് അത് സ്കൂൾ യൂണിഫോം പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അപ്പൊ വീവേഴ്സിന് അവിടെ എന്ത് വരുന്നില്ല? നഷ്ടം വരുന്നില്ല. The government procures the clothes for this program from the Powerloom Weavers Cooperative. ഗവൺമെന്റ് ഈ യൂണിഫോം സ്റ്റിച്ച് ചെയ്യാനുള്ള ക്ലോത്ത് വാങ്ങിക്കുന്നത് എവിടെ നിന്നാണ്? പവർലൂം വീവേഴ്സ് കോപ്പറേറ്റീവ്സ് എന്നാണ്. Similarly, the government buys cloth from the handloom weavers cooperatives and sell it through stores known as co-optex. അപ്പം അങ്ങനത്തെ സ്റ്റോഴ്സ് വഴിയും എന്ത് ചെയ്യുന്നുണ്ട്? ഹാൻഡ്ലൂമിൽ നിന്നും അല്ലെ, കൈ കൊണ്ടാണെങ്കിലും അത് പവർലൂം ആണെങ്കിലും ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ വാങ്ങിച്ചിട്ട് ഇത്തരം വീവേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില സ്ട്രാറ്റജീസും ഉണ്ട്. ഓക്കെ, സോ ദ ഗാർമെന്റ് എക്സ്പോർട്ടിംഗ് ഫാക്ടറി നിയർ ഡൽഹി. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡൽഹിന്റെ അടുത്തുള്ള ഒരു ഗാർമെന്റ് എക്സ്പോർട്ടിംഗ് ഫാക്ടറിയെ പറ്റിയിട്ടാണ്. Okay, so the Erode merchant supplies the cotton cloth produced by weavers to a garment exporting factory near Delhi. നമ്മൾ ഈറോഡ് എന്ന് പറയുന്നത് അല്ലെ വേൾഡിലെ തന്നെ നമ്പർ 1 മാർക്കറ്റ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അവിടെ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഈ സാധനങ്ങളൊക്കെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കോട്ടൺ ക്ലോത്തുകളെല്ലാം കൂടെ ഡൽഹിയുടെ അടുത്തുള്ള ഒരു ഗാർമെന്റ് എക്സ്പോർട്ടിംഗ് ഫാക്ടറി. എക്സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കയറ്റി അയക്കുക അല്ലെ, വേറെ വേറെ കൺട്രീസിലേക്കൊക്കെ അല്ലെ. നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനങ്ങൾ വേറെ വേറെ കൺട്രീസിലേക്കൊക്കെ എന്ത് ചെയ്യും? കയറ്റുമതി ചെയ്യും അല്ലെ. അങ്ങനെ ഗാർമെന്റ് എക്സ്പോർട്ടിംഗ് ഫാക്ടറീസ് ഉണ്ട്. ഗാർമെന്റ് എക്സ്പോർട്ടിംഗ് ഫാക്ടറി വിൽ യൂസ് ദ ക്ലോത്ത് ടു മേക്ക് ഷർട്ട്സ്. ഈ ഗാർമെന്റ് എക്സ്പോർട്ടിംഗ് ഫാക്ടറീസ് ഈ ക്ലോത്ത് ഒക്കെ ഉപയോഗിച്ചിട്ട് എന്തുണ്ടാക്കും? ഷർട്ടുകൾ എന്ത് ചെയ്യും? മേക്ക് ഷർട്ട്സ്. The shirts will be exported to foreign buyers. അപ്പൊ യാണിൽ നിന്നും ക്ലോത്ത് ഉണ്ടാക്കി, ക്ലോത്തിൽ നിന്ന് ഇവിടുന്ന് ഗാർമെന്റ് എക്സ്പോർട്ടിങ് അവിടെ നിന്ന് ഷർട്ട് ആക്കിയിട്ട് അല്ലെങ്കിൽ എന്ത് മെറ്റീരിയൽ ആണോ അതാക്കിയിട്ട് കൺവേർട്ട് ചെയ്തു. അതിനെ എന്ത് ചെയ്യും? ഇവര് ഫോറിൻ ബയേഴ്സിന്റെ അടുത്തേക്ക് എക്സ്പോർട്ട് ചെയ്യും അല്ലെ, വിദേശ രാജ്യങ്ങളിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് എക്സ്പോർട്ട് ചെയ്യും. Among the foreign buyers are business persons from the US and Europe who run a chain of stores. അപ്പം വേറെ കൺട്രീസിലേക്ക് ഇത് എക്സ്പോർട്ട് ചെയ്യും. And these large stores do business strictly on their own terms. They demand the lowest prices. അല്ലെ, അവരിത് വേറെ കൺട്രീസിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവർ വളരെ കുറഞ്ഞൊരു പ്രൈസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. സപ്ലയറിന്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയ്ക്ക് ആയിരിക്കും അത് വാങ്ങിക്കുന്നുണ്ടാവുക. In addition, they set high standards for quality. അതുപോലെ തന്നെ അവർക്ക് കുറഞ്ഞ പൈസയ്ക്ക് നല്ല സ്റ്റാൻഡേർഡ് ഉള്ളത് അല്ലെ, നല്ല ക്വാളിറ്റി ഉള്ള സാധനം കിട്ടുകയും വേണം. അപ്പൊ ആ ഒരു ഡിമാൻഡ് അവർ എപ്പോഴും വെക്കും ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ടൈംലി ഡെലിവറി നടത്തണം അല്ലെ. കറക്റ്റ് ടൈമിന് അവർ പറയുന്ന സമയത്ത് ഡെലിവറി നടത്തണം, അല്ലെങ്കിൽ അവരത് കട്ട് ചെയ്ത് കളയും. ഓക്കെ, any defect or delay in delivery is dealt with strictly. So the exporter tries his best to meet the condition set by those powerful buyers. അപ്പം ആ ബൈ ചെയ്യുന്ന ആൾക്കാർ അല്ലെ, എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് ആണ്. അവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കുറഞ്ഞ പൈസയ്ക്ക് കിട്ടുകയും വേണം. അതുപോലെ തന്നെ ഓൺ ടൈം അവർക്ക് ഡെലിവറി ചെയ്ത് കിട്ടുകയും വേണം. ഓക്കെ, faced with such pressures from the buyers, the garment exporting factories in turn try to cut cost. They get the maximum work out of the workers at the lowest possible wages. This way, they can maximize their own profit and also supply the garments to
ഫോറിൻ ബയേഴ്സ് അറ്റ് ചീപ്പ് റേറ്റ്. എന്താ പറഞ്ഞിട്ടുള്ളത്? സോ അത്തരം ഒരു പ്രഷർ അല്ലെ, ഓൺ ടൈം ഡെലിവറി വേണം, നല്ല ക്വാളിറ്റി വേണം, അങ്ങനത്തെ പ്രഷേഴ്സ് ഫ്രം ദ ബയേഴ്സ്, ദ ഗാർമെന്റ് എക്സ്പോർട്ടിംഗ് ഫാക്ടറീസ് ദേ ട്രൈ ടു കട്ട് കോസ്റ്റ്, they get the maximum work out of the workers. അല്ലെ, അപ്പൊ അവര് ജോലി ചെയ്യിപ്പിക്കുന്ന അല്ലെ, ഗാർമെന്റ് എക്സ്പോർട്ടിംഗ് ഫാക്ടറിയിൽ അവിടെ ജോലി ചെയ്യിക്കുന്ന അല്ലെ, അവരെ കൊണ്ട് അവർക്ക് മാക്സിമം പ്രഷർ കൊടുക്കും. കാരണം ഓൺ ടൈം ഡെലിവറി ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവര് സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പം ഇവർക്ക് കുറഞ്ഞ പൈസ കൊടുത്തിട്ട് ഇവരെ കൊണ്ട്, വർക്കേഴ്സിനെ കൊണ്ട് കൂടുതൽ എഫിഷ്യൻസിയിൽ ജോലി ചെയ്യിപ്പിക്കും. ആൻഡ് അത് കാരണം അവർക്ക് അവരുടെ പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളത് ആ ഒരു മെത്തേഡാണ് അവര് അഡോപ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു പിക്ചർ നോക്കൂ. സോ ദ ഇംപെക്സ് ഗാർമെന്റ് ഫാക്ടറി ഹാസ് 70 വർക്കേഴ്സ്. അപ്പം ഇംപെക്സ് ഗാർമെന്റ് ഫാക്ടറിയിൽ 70 ജോലിക്കാരുണ്ട്. മോസ്റ്റ് ഓഫ് ദെം ആർ വിമൻ. മോസ്റ്റ് ഓഫ് ദീസ് വർക്കേഴ്സ് ആർ എംപ്ലോയ്ഡ് ഓൺ എ ടെമ്പററി ബേസിസ്. അല്ലെ, ഒരു താൽക്കാലിക ജോലി എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരെയും എടുക്കുന്നത്. ദിസ് മീൻസ് ദാറ്റ് whenever the employer feels that a worker is not needed, the worker can be asked to leave. ടെമ്പററി ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവർക്ക് ഒരു വർക്കറിന് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അവരോട് പറയും, നിങ്ങൾക്ക് ഇനി ഇവിടെ ജോലിയില്ല, നിങ്ങൾ നാളെ മുതൽ വരണ്ട എന്ന് പറയും. അപ്പം അങ്ങനത്തെ ഒരു ടെമ്പററി ബേസിസിലാണ് അവിടെ ജോലിക്കാരെ എടുത്തിട്ടുണ്ടായിരുന്നത്. വർക്കേഴ്സ് വേജസ് ആർ ഫിക്സ്ഡ് അക്കോർഡിംഗ് ടു ദെയർ സ്കിൽസ്. അല്ലെ, അവരുടെ സ്കില്ലിനനുസരിച്ച് അവരുടെ ഒരു കൂലി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹയസ്റ്റ് പെയ്ഡ് അമംഗ് ദ വർക്കേഴ്സ് ആർ ദ ടൈലേഴ്സ്. അപ്പം അവിടെ ജോലി ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ പേയ്മെന്റ് ഉണ്ടായിരുന്നത് ആർക്കായിരുന്നു? ടൈലേഴ്സിനായിരുന്നു. അല്ലെ, അത് ഷർട്ടാക്കി മാറ്റുന്ന അല്ലെങ്കിൽ ചുരിദാറാക്കി മാറ്റുന്ന ആ ഒരു ടൈലർ അല്ലെ, അവർക്കായിരുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ കൂടിയ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടിയ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 3000 പെർ മന്ത് ആണ്. എത്രയാണ്? ഒരു മാസത്തേക്ക് അവർ സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നത് 3000 രൂപയാണ് കിട്ടുന്നത്. വിമൻ ആർ എംപ്ലോയ്ഡ് ആസ് ഹെൽപ്പേഴ്സ് ഫോർ. അതുപോലെ തന്നെ വിമനെയാണ് അവര് ഹെൽപ്പേഴ്സ് ഫോർ ത്രെഡ് കട്ടിങ് അല്ലെങ്കിൽ ബട്ടണിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, അയണിങ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പാക്കേജിങ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആരെയാണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫീമെയിൽസിനായിരുന്നു. എന്തുകൊണ്ടാണ് ഫീമെയിൽസിനെ കൂടുതലായിട്ടും പ്രിഫർ ചെയ്യാൻ കാരണം? ഫീമെയിൽസ് എന്ത് ചെയ്യില്ല, കൂടുതലായിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് ആർഗ്യുമെന്റ് ഒന്നും നടത്തില്ല അല്ലെ, അവർ കിട്ടുന്ന പൈസ വാങ്ങിക്കുക എന്നുള്ളൊരു പോളിസി ആയിരിക്കും മിക്ക ഫീമെയിൽസിനും ഉണ്ടാവും. അവർ കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്യാൻ പോവില്ല. സോ അതുകൊണ്ട് തന്നെ അത്തരം ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ത്രെഡ് കട്ടിങ്ങിനായിക്കോട്ടെ, ബട്ടണിങ് ആയിക്കോട്ടെ, അയണിങ് ആൻഡ് പാക്കേജിംഗ് ഒക്കെ ആയിക്കോട്ടെ, അത് ഫീമെയിൽസിനായിരുന്നു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ദീസ് ജോബ്സ് ഹാവ് ദ ലോവസ്റ്റ് വേജസ്. അല്ലെ, ബാക്കി ഏറ്റവും കൂടുതൽ ടോപ്പ് വേജ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തിട്ടുള്ളത് ആർക്കായിരുന്നു? സ്റ്റിച്ചിങ് ചെയ്യുന്ന ടൈലേഴ്സിനായിരുന്നു. അപ്പം ബാക്കി പറയുന്ന അയണിങ്, കട്ടിങ്, ബട്ടണിങ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ, പാക്കേജിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ കുറഞ്ഞൊരു വേജ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഒരു കണക്കാണ് ഇവിടെ, അപ്രോക്സിമേറ്റ് കണക്കാണ്. ടൈലറിങ്ങിന് നമ്മൾ പറഞ്ഞു 3000 രൂപ പറഞ്ഞു അല്ലെ, അയൺ ചെയ്തെടുക്കുന്നതിന് ഒരു പീസ് അയൺ ചെയ്യുമ്പോൾ 1.5 രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ആൻഡ് ഇതൊക്കെ ചെക്ക് ചെയ്യുന്ന ആൾക്ക് 2000 ആയിരുന്നു. ത്രെഡ് കട്ടിങ് ആൻഡ് ബട്ടണിങ് ചെയ്യുന്ന ആൾക്ക് 1500 രൂപ. ഒരു മന്ത്ലി ആണ് നമ്മൾ പറയുന്നത്, പെർ മന്ത് ആണ് ഇവിടെ പറയുന്നത്. ഒരു മാസത്തെ അവരുടെ കൂലിയാണ്. അവർ അത്രയും സമയം ജോലി ചെയ്താൽ അവർക്ക് കിട്ടുന്ന പൈസയാണ് ഈ പറയുന്നത്. അപ്പൊ അത്രയും കുറഞ്ഞു അല്ലെ. നിങ്ങൾ ആലോചിക്കണം, 1500 രൂപ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ചെരുപ്പ് വാങ്ങിക്കേണ്ട പൈസ അല്ലെങ്കിൽ ഒരു ക്ലോത്ത് വാങ്ങിക്കുന്ന ഒരു എമൗണ്ട് അല്ലെ, അതാണ് അവർ ഒരു മന്ത് മൊത്തത്തില് പണിയെടുത്തിട്ട് അവർക്ക് കിട്ടുന്ന വേജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ദ ഷോർട്ട് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഷോർട്ട് ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. A number of shirts are on display at a large cloth shop in the United States and are priced at $26. അതായത് that is each shirt sells for $26 or around 1200 അല്ലെ. ഇന്ത്യൻ മണി പറയുമ്പോൾ 1200 രൂപയ്ക്കാണ് അവര് എന്ത് ചെയ്യുന്നത്? ഷർട്ടൊക്കെ സെയിൽ നടത്തുന്നത്. ബിസിനസ് പേഴ്സൺ പർച്ചേസ് ദ ഷർട്ട്സ് ഫ്രം ദ ഗാർമെന്റ് എക്സ്പോർട്ടർ ഇൻ ഡൽഹി. ഡൽഹിന്ന് ഈ ഗാർമെന്റ് എക്സ്പോർട്ടർ കയ്യിൽ നിന്നല്ലേ, നമ്മൾ നേരത്തെയും പറഞ്ഞല്ലേ, ചീപ്പ് റേറ്റിന്, അതായത് ഇന്ത്യൻ മണി 200 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനമായിരിക്കും. ഒരു ഷർട്ടിന് അവരുടെ കയ്യിൽ നിന്ന് 200 രൂപയ്ക്കായിരിക്കും അവർ വാങ്ങിക്കുന്നുണ്ടാവുക. ആ 200 രൂപയ്ക്ക് വാങ്ങിക്കുന്ന സാധനം അവരെങ്ങനെയാ വിൽക്കുന്നത്? അവർ 1200 രൂപയ്ക്കാണ് അവിടെ വിൽക്കുന്നത്. അപ്പൊ അതിനിടയിൽ അവർക്ക് കുറച്ച് ചെലവ് വരുന്നുണ്ട്. He then spent 300 അല്ലെ, 200 രൂപ ഇവിടെ വാങ്ങിക്കാൻ ചെലവാകുന്നുണ്ട്.
അതുപോലെ തന്നെ ഇത് പരസ്യം കൊടുക്കണം അല്ലെ. നമ്മൾ പല ബ്രാൻഡുകളും വാങ്ങിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ പല ഷോപ്പുകൾ തന്നെയും പ്രിഫർ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? പരസ്യം കണ്ടിട്ടാണ് അല്ലെ. അപ്പം പരസ്യം കാണുന്ന സമയത്ത് 300 രൂപ അവര് അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട് in the media and another ₹100 per shirt on store അല്ലെ. അത് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറേജിന് വേണ്ടിയിട്ട് 100 രൂപ, ഡിസ്പ്ലേ അല്ലെങ്കിൽ അങ്ങനത്തെ ചാർജ് ഒക്കെ ആയിട്ട് ഒരു 100 രൂപ. അപ്പം ഇയാൾക്ക് മൊത്തത്തിൽ എത്ര രൂപ ചെലവായിട്ടുണ്ടെന്ന് നോക്കി നിങ്ങൾ. 200 രൂപ ഒരു ഷർട്ടിന്റെ പൈസ, 300 രൂപ ബാക്കി അഡ്വർടൈസ്മെന്റിന്, അതുപോലെ തന്നെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തം ഒരു 600 രൂപ ഇവിടെ മൊത്തത്തിൽ എക്സ്പെൻസ് വരുന്നുണ്ട് അല്ലെ. ആ 600 രൂപ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് അയാൾ എത്ര രൂപയ്ക്ക് അവിടെ വിൽക്കുന്നത്? 1200 രൂപയ്ക്ക്. അപ്പൊ അയാൾക്ക് എത്ര രൂപ ലാഭം കിട്ടുന്നുണ്ട്? 600 രൂപ അല്ലെ. 600 രൂപ പകുതി പൈസ അയാൾക്ക് ലാഭം കിട്ടുന്നുണ്ട്. ഓക്കെ. Thus the cost to this person is 600 while he sells the shirt at 1200. 600 is his profit അല്ലെ. ₹600 is his profit on one shirt. അപ്പം ഒരു ഷർട്ട് ഇങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് 600 രൂപ ലാഭമുണ്ട്. ഒറ്റ ഷർട്ട് സെയിലാക്കി കഴിഞ്ഞാൽ. ടൈലറിന്റെ കൂലി എങ്ങനെയാ വരുന്നത്? ഒരു മാസം മൊത്തത്തിൽ ഇഷ്ടം പോലെ ഇരുന്നിട്ട് സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു 3000 രൂപ അവർക്ക് കിട്ടുന്നത്. പക്ഷെ ഇയാൾ ഒറ്റ ഷർട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ, ഒറ്റ ഷർട്ട് സെയിൽ ആകുന്നപ്പോഴത്തേക്ക് അയാൾക്ക് 600 രൂപയുടെ പ്രോഫിറ്റ് വരുന്നുണ്ട്. ആൻഡ് if he is able to sell a large number of shirts, ഇപ്പൊ അയാൾ ഒരു 1000 ഷർട്ട് വിറ്റെന്ന് വിചാരിച്ചോ, അപ്പൊ അയാൾക്ക് ഈ 600 into 1000 അല്ലെ, അത്രയും എമൗണ്ട് അല്ലെ, 6 lakh rupees അല്ലെ. 1000 ഷർട്ട് അയാള് വിറ്റ് കഴിഞ്ഞാൽ അയാൾക്ക് 6 ലക്ഷം രൂപ കിട്ടും. പക്ഷെ 1000 ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ടൈലർക്ക് ഒരു 5000 രൂപ പോലും ചിലപ്പം കിട്ടിയെന്ന് വരില്ല. ഓക്കെ. സോ ഈ വിൽക്കുന്ന ആൾക്ക് ഇവിടെ ഒരു 6 ലക്ഷത്തിന്റെ ഒരു എമൗണ്ട് അല്ലെ, 1000 ഷർട്ടിനനുസരിച്ച് അത്രയും എമൗണ്ട് വരുന്നുണ്ട്. സോ if he is able to sell a large number of shirts, his profit will be high. Okay. സോ ഇതാണ് ഒരു ഷർട്ട് അയാൾക്ക് പ്രോഫിറ്റ് 600 രൂപ കിട്ടുന്നുണ്ട് അല്ലെ. അയാൾ വാങ്ങുന്നത് 200 രൂപയ്ക്കാണ്. അയാൾ സ്റ്റോറേജിനൊക്കെ കൂടെ 100 രൂപ ആവുന്നുണ്ട്. അയാൾ പരസ്യം കൊടുക്കാൻ വേണ്ടി 300 രൂപ ആവുന്നുണ്ട്. മൊത്തം അയാൾക്ക് 600 രൂപയുടെ എക്സ്പെൻസ് വരുന്നുണ്ട്. ബാക്കി അയാൾ 1200 രൂപയ്ക്ക് വിൽക്കുന്ന സമയത്ത് അയാൾക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അയാളുടെ 600 രൂപ അയാൾക്ക് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് who are the gainers in the market അല്ലെ. നമ്മളിപ്പോ മാർക്കറ്റിൽ പല ഒരു ക്ലോത്ത് ഉണ്ടാക്കുന്ന പല സ്റ്റേജസ് നമ്മൾ പറഞ്ഞു അല്ലെ. ഫസ്റ്റ് കോട്ടൺ ഫാമിംഗ് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് കോട്ടൺ യാണാക്കി, യാണ് മാറ്റി വീവേഴ്സിന്റെ കയ്യിൽ നിന്ന് ക്ലോത്ത് ആക്കി, ക്ലോത്ത് മാറ്റിയിട്ട് മെറ്റീരിയൽ അല്ലെ, ഏത് സാധനമാണോ വേണ്ട, ഷർട്ട് ആ രീതിയിലുള്ള മീൻസ് ഷർട്ട്, ചുരിദാർ ആ രീതിയിൽ ഉള്ള നമ്മുടെ ഡ്രസ്സസ് ഡിസൈൻ ചെയ്തെടുക്കുന്നത് വരെ നമ്മൾ പറഞ്ഞു. സോ who are the gainers in the market? A chain of market links the producer of cotton to the buyer and the supermarket. അല്ലെ, ഒരു ചെയിൻ ഓഫ് മാർക്കറ്റ്സ് ഒത്തിരി. നമ്മുടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നും സാധനം പർച്ചേസ് ചെയ്യുന്നു അല്ലെ, തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ അല്ലെ, വലിയ നമ്മൾ സിറ്റിയിലൊന്നും പോയില്ല, ജസ്റ്റ് അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്തു. അപ്പം അവിടെ അയാൾക്ക് ഒരു ലാഭം അയാൾ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഒത്തിരി ചെയിൻ ഓഫ് മാർക്കറ്റ്സ് ചേർന്നിട്ടാണ് ഒരു ബിസിനസ് നടക്കുന്നത്. ആൻഡ് links the producer of cotton to the buyer at the supermarket. Buying and selling take place at every step in the chain. Let us recall who were the people who were involved in the process of buying and selling. Did they all gain as much? അല്ലെ, അവര് നമ്മൾ പല സ്റ്റേജിലും പല ആൾക്കാരെയും കണ്ടു. എല്ലാ ആൾക്കാർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ഗെയിൻ ആണോ നമുക്ക് കാണാൻ പറ്റിയത്? Okay, there were people who made profit in the market and there were some who did not gain as much from this buying and selling. Despite their having toiled very hard, they earned a little. അല്ലെ, നമ്മള് ഫസ്റ്റ് ഈ സ്വപ്നയുടെ ട്രേഡർ എത്ര രൂപയ്ക്കായിരുന്നു? 1800 രൂപയെങ്കിലും മാർക്കറ്റിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. 1500 രൂപയ്ക്കാണ് സ്വപ്നയ്ക്ക് കൊടുത്തത്. അപ്പൊ അയാൾ ഒരു 300 രൂപയാണ് ഒരു കിൻഡലിന് ഉണ്ടാക്കിയിട്ടുള്ള എമൗണ്ട്. പക്ഷെ ഇവിടെ ലാസ്റ്റ് നമ്മൾ മാർക്കറ്റിങ്ങിന്റെ അവിടെ കണ്ട സമയത്ത് എന്താണ്, അല്ലെ, ഒരു ഷർട്ടിൽ നിന്നും 600 രൂപയാണ് അല്ലെ കിട്ടുന്നത്. അപ്പം അവിടെ ഒരു വേരിയേഷൻ വരുന്നുണ്ട് അല്ലെ. ഈ സ്റ്റേജിലും എന്തുണ്ട്, വേരിയേഷൻ വരുന്നുണ്ട്. അപ്പൊ ഓരോ സ്റ്റേജിൽ എത്തുന്ന സമയത്ത്, മാർക്കറ്റിങ്ങിന്റെ ഓരോ സ്റ്റേജിൽ എത്തുന്ന സമയത്തും വ്യത്യാസം വരുന്നുണ്ട്. മാർക്കറ്റ് ആൻഡ് ഈക്വാലിറ്റി. Market and equality. Foreign business person made huge profit in the garment exporter made only moderate profit.
foreign business person made huge profit in the garment and the garment exporter only made a moderate profit. On the other hand, the earnings of the workers at garment export factory are barely enough to cover their day-to-day need. അല്ലെ, നമ്മള് ഗാർമെന്റ് എക്സ്പോർട്ടിന്റെ അവിടെ കണ്ടൂല്ലേ, ടൈലറിങ് ചെയ്യുന്ന ആൾക്കാർക്ക്, അയൺ ചെയ്യുന്ന ആൾക്കാർക്ക് എത്ര കുറഞ്ഞൊരു എമൗണ്ട് ആണ് അവിടെ കിട്ടുന്നത് അല്ലെ. മാക്സിമം അവർ ടെമ്പററി ആയിട്ടാണ് അവരെ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. അവർക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ജോലിക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ജോലി ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത രീതിയിൽ അങ്ങനെയൊക്കെയായിരുന്നു അവർ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. Similarly, we saw small cotton farmer. അല്ലെ, നമ്മൾ ആരെ കണ്ടിട്ടുണ്ടായിരുന്നു? സ്വപ്നയെ കണ്ടു. And the weaver at E-Road put in long hours of hard work. അല്ലെ, അപ്പൊ ഡിഫറെന്റ് സ്റ്റേജിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടു അല്ലെ. കുറച്ച് ആൾക്കാർക്ക് കുറച്ച് പൈസ, കുറച്ച് ആൾക്കാർക്ക് കുറെ പൈസയൊക്കെ കിട്ടുന്നത് പോലെ നമ്മൾ കണ്ടു അല്ലെ. യെസ്, but they did not get a fair price in the market for what they produced. Merchants or traders are somewhere in between. അല്ലെ, in between കിടക്കുന്ന ആൾക്കാരാണ് മർച്ചന്റും ട്രേഡേഴ്സ് ഒക്കെ. Compared to the weavers, they have earned more. അല്ലെ, ഈ ഇടയിൽ കാണുന്ന യാണ് വാങ്ങിച്ചിട്ട് വീവേഴ്സിന് കൊടുക്കുന്നു, വീവേഴ്സിന്റെ സാധനം ഉണ്ടാക്കിയിട്ട് സാധനം തിരിച്ച് പ്രോഡക്റ്റ് ആയിട്ട് വാങ്ങിക്കുന്നു. ആ മർച്ചന്റ്സിനൊക്കെ ഇൻ ബിറ്റ്വീൻ അല്ലെ, ഏറ്റവും കുറഞ്ഞ കൂലി കിട്ടിയിട്ടുണ്ടായിരുന്ന ഈ ഫാം ചെയ്യുന്ന ആൾക്ക് അല്ലെങ്കിൽ വീവറിങ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ. മർച്ചന്റ്സിന് ഇൻ ബിറ്റ്വീൻ ആയിരുന്നു, ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ മച്ച് ലെസ് ദാൻ ദി എക്സ്പോർട്ടർ. എക്സ്പോർട്ടർ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്താണ്, ഇവരെക്കാളൊക്കെ വളരെ കുറഞ്ഞ പൈസയെ എക്സ്പോർട്ടർ വെച്ച് നോക്കുമ്പോൾ ഇവർക്കൊക്കെ കുറഞ്ഞ പൈസ അല്ലെ. Thus not everyone gains equally in the market. അല്ലെ, മാർക്കറ്റില് എന്താണ് എല്ലാ ആൾക്കാർക്കും ഒരുപോലെ അല്ല കിട്ടുന്നത്. ആൻഡ് ഡെമോക്രസി ഇസ് ഓൾസോ അബൌട്ട് ഗെറ്റിംഗ് എ ഫെയർ വേജ് ഇൻ ദി മാർക്കറ്റ്. ഡെമോക്രസി എന്ന് പറയുന്നത് അല്ലെ, മാർക്കറ്റിൽ ഒരു ഫെയർ ആയിട്ടുള്ള വേജ് കിട്ടാൻ തന്നെയാണ്. ഓൺ ദി അതർ ഹാൻഡ്, ദ മാർക്കറ്റ് ഓഫേഴ്സ് പീപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഫോർ വർക്ക് ആൻഡ് ടു ബി ഏബിൾ ടു സെൽ തിങ്സ് ദാറ്റ് ദേ ഗ്രോ ഓർ പ്രൊഡ്യൂസ്. It could be the farmer selling cotton or the weaver producing cloth. ഓക്കെ, ഓപ്പർച്യൂണിറ്റീസ് ഈക്വൽ ആക്കുക എന്നുള്ളതാണ് ഒരു ഡെമോക്രസിയുടെ ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ്, ഇറ്റ് ഈസ് യൂഷ്വലി ദ റിച്ച് ആൻഡ് ദ പവർഫുൾ ദാറ്റ് ഗെറ്റ് ദ മാക്സിമം ഏർണിംഗ് ഫ്രം ദി മാർക്കറ്റ്. ആർക്കാണ് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ നിന്ന് മാക്സിമം ഏർണിംഗ് കിട്ടുന്നത്? നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കും അതുപോലെ തന്നെ പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർക്കുമാണ് കൂടുതൽ ഏർണിംഗ് കിട്ടുന്നത്. ഈ ഫാമേഴ്സ്, വീവേഴ്സ് ഇവരൊന്നും അത്രയും റിച്ചും അല്ല പവർഫുള്ളും അല്ല, അവർക്ക് എന്തും കിട്ടുന്നില്ല, ഏർണിംഗ് കിട്ടുന്നില്ല അല്ലെ. നമ്മൾ കണ്ടു ഫാമർ റിച്ച് അല്ലാത്തത് കൊണ്ടാണ് ട്രേഡറെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടാണ് അവര്, വിത്തൊക്കെ വാങ്ങിച്ചിട്ടാണ് അവര് കൃഷി ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവര് ഫാമർ അത്ര റിച്ചും അല്ല പവർഫുള്ളും അല്ല. അങ്ങനെ തന്നെയാണ് വീവേഴ്സിന്റെ കാര്യം. ഓക്കെ, these are the people who have money and own the factories, the large shops, large land holdings, etc. The poor have to depend on the rich and the powerful for various things. നമ്മൾ പറഞ്ഞു അല്ലെ, ആ സ്വപ്നന്റെ കേസിൽ തന്നെയല്ലേ, കുട്ടിക്ക് വയ്യാണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്കൂൾ ഫീസ് അടയ്ക്കണേലൊക്കെ റിച്ച് ആൻഡ് പുവർ ആയിട്ടുള്ള ആൾക്കാരെ അല്ലെ, അവരാണെന്നുണ്ടെങ്കിൽ അതിലും മേലെയുള്ള ആൾക്കാർ അല്ലെ, പൈസ ഉള്ള ആൾക്കാരെ, പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഇവിടെ ത്രൂ ഔട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. They have to depend for loans as in case of Swapna, the small farmer, for raw materials and marketing of their good. അല്ലെ, വീവേഴ്സ് ഇൻ ദ പുട്ടിംഗ് ഔട്ട് സിസ്റ്റത്തിൽ എന്താണ്, മാർക്കറ്റിംഗ് ഔട്ടിന് വേണ്ടിയിട്ട് അവര് മർച്ചന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യാണ് അല്ലെ. ആൻഡ് മോസ്റ്റ് ഓപ്പൺ ഫോർ എംപ്ലോയ്മെന്റ്, ഗാർമെന്റ് ഫാക്ടറിയിലുള്ള എംപ്ലോയി അല്ലെ, 3 സ്റ്റേജിലുള്ള ആൾക്കാരെ നമ്മൾ കണ്ടു അല്ലെ. ഇത് കറക്റ്റ് ആണ് അല്ലെ. സ്വപ്നയുടെ കേസിൽ നോക്കുമ്പോൾ നമ്മള് ട്രേഡേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാണ് അല്ലെ, എന്തിന്, ലോൺ കിട്ടാൻ വേണ്ടിയിട്ട്. ആ ലോൺ കിട്ടിയിട്ട് വേണം അവർക്ക് കൃഷി നടത്താൻ വേണ്ടിയിട്ട്. ഇനി നമ്മള് വീവേഴ്സിന്റെ കേസിൽ നോക്കുന്ന സമയത്ത് എന്താണ്, അവർ റോ മെറ്റീരിയലിന് വേണ്ടിയിട്ടോ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടോ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, മർച്ചന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നേരെ മറിച്ചിട്ട് ഗാർമെന്റ് ഫാക്ടറിയിലുള്ള വർക്കേഴ്സ് ആണെന്നുണ്ടെങ്കിലോ ടൈലറിങ് ചെയ്യാന്, കവറിങ് ചെയ്യാന് അല്ലെങ്കിൽ അയണിങ് ചെയ്യാനൊക്കെ അവര് വേറൊരാള് അല്ലെ, അയാള് എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് നോക്കുന്ന ആൾക്കാർ. അപ്പം പല തരത്തില് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ഹയർ റിച്ച് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന, ത്രൂ ഔട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. Because of this dependence, the poor are exploited in the
മാർക്കറ്റ് അല്ലെ. ഇവരിങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അറിയുന്നത് കൊണ്ടാണ് അല്ലെ. വീവേഴ്സ് എന്താണ്, ഒരാള് ഇത്ര പൈസക്ക് ഇയാൾ വീവറിങ് ചെയ്ത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ കുറഞ്ഞ പൈസക്ക് വീവറിങ് ചെയ്ത് തരാനുള്ള ആൾക്കാർ വേറെ ഉണ്ടാവും അല്ലെ. അപ്പൊ ആൾക്കാർക്ക് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, ഈ ഒരു തൊഴിൽ ചെയ്താൽ മാത്രമേ പൈസ കിട്ടുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ കുറഞ്ഞ പൈസക്കാണെങ്കിൽ അങ്ങനെ അല്ലെ, 3500 രൂപയാണെങ്കിൽ അങ്ങനെ, 1500 രൂപയാണെങ്കിൽ അങ്ങനെ അല്ലെ. സ്വപ്നയുടെ കേസിലൊക്കെ കുറഞ്ഞൊരു പൈസക്കാണെങ്കിൽ അവര് റെഡി ആവേണ്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, അവരെ കൂടുതലായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. There are ways to overcome these such as forming cooperatives of producers. നമ്മൾ കണ്ടു അല്ലെ, വീവേഴ്സ് കോപ്പറേറ്റീവ് കണ്ടു. അവിടെ എന്താ ചെയ്തത്, അവര് മർച്ചന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല അല്ലെ, അവര് റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നു, അവർ തന്നെ അതിന്റെ മാർക്കറ്റിങ്ങും ചെയ്യുന്നു. അപ്പൊ അവിടെ ഒരു കോപ്പറേറ്റീവ് ഉണ്ടായപ്പം കുറച്ചും കൂടി അവർക്ക് കൂടുതൽ ഇൻകം കിട്ടി അല്ലെ. അപ്പം അതുപോലെ കോപ്പറേറ്റീവ്സ് ഫോർ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ എൻഷുറിംഗ് ദാറ്റ് ലോസ് ആർ ഫോളോഡ് സ്ട്രിക്ട്ലി അല്ലെ, നിയമങ്ങള് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. എന്ത് നിയമങ്ങൾ അല്ലെ, കറക്റ്റ് ആയിട്ടുള്ള ജോലിക്ക് ഒരു മിനിമം വേതനം കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള നിയമങ്ങളൊക്കെ കുറച്ച് സ്ട്രിക്റ്റ് ആക്കുക. അതുപോലെ തന്നെ മെയിൽ ആണെങ്കിലും ഫീമെയിൽ ആണെങ്കിലും ഈക്വൽ ആയിട്ടുള്ള അല്ലെ, തുല്യ ജോലിക്ക് തുല്യമായിട്ടുള്ള വേതനം അല്ലെ. ഒരു മെയിലിന് 500 രൂപയും ഫീമെയിലിന് 100 രൂപയും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഈക്വാലിറ്റി ഇല്ല അല്ലെ. അപ്പം അവിടെയൊക്കെ നിയമങ്ങൾ എന്താക്കണം, സ്ട്രിക്റ്റ് ആക്കണം അല്ലെ. ഒരു മെയിലും ഫീമെയിലും ഈക്വൽ ആയിട്ടുള്ള ജോലി ചെയ്യുമ്പോൾ മെയിലിന് വേറെ പൈസയും ഫീമെയിലിന് വേറെ പൈസയും കൊടുക്കാൻ പാടുണ്ടോ? ഇല്ലല്ലേ. രണ്ടുപേരും ഒരേ തൊഴിൽ ചെയ്യുമ്പോൾ ജെൻഡറിന്റെ ബേസിസിലുള്ള എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ ഒരു ക്രൈറ്റീരിയ വെക്കാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നത്. ഈ ചാപ്റ്ററിന്റെ ഒരു എസൻസ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. വേസ് ടു എന്തൊക്കെയാണ് ഇവര് അല്ലെ, ഇതിന്റെ മേഖലയിലുള്ള ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ അല്ലെ, ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ടോ ലോൺസിന് വേണ്ടിയിട്ട്, ബാക്കി മാർക്കറ്റിന് വേണ്ടിയിട്ട്, ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെ, എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ഡിപ്പെൻഡ് ചെയ്യപ്പെടുന്നുണ്ട്. അത്തരം ഡിപ്പെൻഡൻസി മാറ്റാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് അത് ഗവൺമെന്റ് ആയിക്കോട്ടെ അഡോപ്റ്റ് ചെയ്യണം അല്ലെ. കോപ്പറേറ്റീവ്സ്, പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ട് കോപ്പറേറ്റീവ്, അതുപോലെ തന്നെ ലോസ് ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അത്രയാണ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. സോ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നടാ? വീവേഴ്സ് കോപ്പറേറ്റീവിനെ പറ്റി പറഞ്ഞു. വീവേഴ്സ് കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, വീവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം മർച്ചന്റ്സിന് കൊടുക്കാതെ വീവേഴ്സിന് വേണ്ട റോ മെറ്റീരിയലും അതിനുള്ള മാർക്കറ്റിങ്ങും ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന പോലെയുള്ള മെത്തേഡും ഉണ്ട്. അതുപോലെ തന്നെ വീവേഴ്സ് എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു കോപ്പറേറ്റീവ് പോലെ ഉണ്ടാക്കിയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ തന്നെ കണ്ടുപിടിക്കുക അല്ലെ, അവർക്ക് വേണ്ട റോ മെറ്റീരിയൽ ഒക്കെ അവർ തന്നെ കണ്ടുപിടിക്കുന്നതിനാണ് വീവേഴ്സ് അല്ലെ, ഗ്രൂപ്പ് ഓഫ് വീവേഴ്സിന്റെ ഒരു കോപ്പറേറ്റീവ്, അതാണ് വീവേഴ്സ് കോപ്പറേറ്റീവ് നമ്മൾ പറഞ്ഞു. പിന്നെ മർച്ചന്റ് ഫാക്ടറിയെ പറ്റി പറഞ്ഞു. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങൾ, അവർക്ക് കിട്ടിയിരുന്ന വളരെ കുറഞ്ഞ വേതനത്തെ പറ്റി നമ്മൾ പറഞ്ഞു. ആൻഡ് അത് എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നല്ലൊരു എമൗണ്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ പറഞ്ഞു 600 രൂപയോളം ഒരു ഷർട്ടിൽ നിന്നും അയാൾക്ക് ലാഭം കിട്ടുന്നുണ്ട്. പക്ഷെ ത്രൂ ഔട്ട് അവര് മാസം മുഴുവൻ വർക്ക് ചെയ്താൽ ചിലപ്പോൾ ഒരാൾക്ക് 1500 രൂപയ്ക്കാണ് പേയ്മെന്റ് ആണ് കിട്ടുന്നുണ്ടാവും. അപ്പം മാർക്കറ്റില് ഈക്വാലിറ്റി വരണം അല്ലെ, ചെയ്യുന്ന ജോലിക്കുള്ള പൈസ എല്ലാ ആൾക്കാർക്കും കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ ആ ഒരു ഈക്വാലിറ്റി വരേണ്ടതുണ്ട്, അതിന് വേണ്ട മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യേണ്ടതുമുണ്ട്. സോ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ഷർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒത്തിരി കൈമറിഞ്ഞ് അല്ലെ, ഒത്തിരി ആൾക്കാര് പണിയെടുത്ത് ഒത്തിരി ആൾക്കാർ ഇൻ ബിറ്റ്വീൻ നിന്ന് ആ ഒരു ചെയിൻ അല്ലെ, ആ ഒരു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ചെയിൻ എന്ന് പറയുന്നത് വളരെ വിപുലമായിട്ടുള്ള ഒരു ചെയിനൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ് കിട്ടുന്നത്. സോ ഇത്രയാണ് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ബാക്കി ചാപ്റ്റേഴ്സ് നമുക്ക് നെക്സ്റ്റ് വേറൊരു ചാപ്റ്ററുമായിട്ട് നെക്സ്റ്റ് വരുന്നതാണ് കേട്ടോ. സോ താങ്ക് യു.